ചങ്ങാലത്തേക്ക് വിശേഷം സുഖല്ലേ? നമ്മൾ കുറെ നാളെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടല്ലേ? അപ്പൊ നമ്മളെ ഇന്നൊരു വീഡിയോ നമ്മളിപ്പോ നല്ലൊരു അടിപൊളി പിലോപ്പി 1.5 കിലോ പിലോപ്പിന് നമുക്കത് പൊള്ളിക്കാം. നല്ല അടിപൊളി മസാല കൂട്ടി നമുക്കത് വാഴയില് പൊള്ളിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ നോക്കാം, മസാല ഒക്കെ റെഡിയാക്കാം, ഇത് ക്ലീൻ ആക്കി എടുക്കുക. അപ്പൊ അതിന് മുമ്പ് നമ്മൾ വീഡിയോ കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ, മസാലയ്ക്കുള്ള സാധനം സെറ്റപ്പ് ആക്കി എടുക്കുക. അപ്പൊ നമുക്ക് നേരെ ഇതൊന്ന് ക്ലീൻ ആക്കാം. നമുക്ക് തൊലിയെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കുന്നേ, തൊലി പൊളിക്കുന്നത്, തൊലി പൊളിച്ച് ക്ലീൻ ആക്കാം. മീനൊക്കെ തൊലി കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഒക്കെ ഇട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. നമുക്ക് ഈ ഇഞ്ചി, ഈ ചെറുള്ളി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നമുക്കിതൊരു മുളക് പൊടിയൊക്കെ പൊട്ടിച്ച് മസാല ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി നമ്മളതിലേക്ക് ഉള്ളി, സവാള അല്ല, ഉള്ളി, പച്ചമുളകും ഇഞ്ചി. ഇതാണ് നമ്മുടെ മീൻ പൊളിക്കാനുള്ള മസാല ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ ഇനി നമുക്ക് തക്കാളി ഇടാം. 2 ചെറിയ തക്കാളി നല്ല മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കണം. നമുക്ക് മസാല ഉണ്ടാക്കണതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി, 1 ടീസ്പൂൺ സാധാ മുളക് പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ളത്. പച്ചമണം പോട്ടെ. നമുക്ക് 1 സ്പൂൺ വിനാഗിരി പൊളിച്ച് കൊടുക്കാം. ലേശം വെള്ളം വെച്ചെടുക്കും. നമുക്ക് എല്ലാം ഫ്ലേവർ കൂടി ഒന്നിച്ച് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഈ ഇറളിക്കൊന്നും ഇടാം. നമുക്ക് ആദ്യം എന്നിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇവിടെ കുന്നാകെ പരട്ടി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയ്ക്കണം. ഇതൊക്കെ ഒന്ന് മസാല ഒക്കെ നിറച്ച് കൊടുക്കണം. നമുക്ക് ചെറിയൊരു പുളിയും കുരുമുളകിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി നല്ല അടിപൊളി. നമുക്കിനി രണ്ട് വേപ്പില ഇതിൻ്റെ അടിയിൽ ഇട്ടെടുക്കുക. എന്നിട്ട് മീൻ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇത് മൊത്തം അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അടിയിൽ മുകളിലൊക്കെ
നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വയ്ക്കുക. നമുക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം. കുറേയല്ല നമുക്ക് വയ്ക്കുക, പൊടിയുക. നമുക്കൊന്ന് വെള്ളമോട് കെട്ടണം. നമുക്ക് അപ്പോൾ നമ്മളെ മീനൊക്കെ നന്നായിട്ട് ഇടയിൽ പോയി ഡീസൻ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി പൊള്ളിച്ചെടുക്കണം. നമുക്ക് ഒരു 10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. നമുക്കൊന്ന് അടുപ്പ് ശരിയാക്കാം. നമ്മൾ ഗ്യാസിന് ബുദ്ധിമുട്ടുള്ള പുറത്താണ് നമ്മൾ അടുപ്പ് കൂട്ടാൻ. അപ്പോൾ നമ്മുടെ അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഉരുളി അല്ലാതെ നമുക്കൊന്ന് കത്തിക്കണത്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാൻ നോക്കാം. ഗ്യാസിനൊക്കെ ഭയങ്കര ടൈറ്റ്, ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ കറണ്ട് അടുപ്പ് പിടിച്ചത് കാരണം അത് കത്തി പിടിക്കട്ടെ. വെച്ച് കൊടുക്കുക. അത് മീൻ ചുട്ടിനുള്ള കഷ്ടപ്പാട് അല്ലേ. ചൂടാവട്ടെ. തോമോ, നമ്മ മീൻ പൊള്ളിക്കാൻ പോലെ. അപ്പോൾ നമ്മളെ മീൻ പൊള്ളിക്കാൻ പോകാം. ഈ പിലോപ്പിൽ അത്യാവശ്യം ഇതുണ്ടാവും, കൊഴുപ്പുണ്ടാവും. കയ്യൊന്നും തന്നെ അതല്ല നീ ഒറ്റയ്ക്ക് തിന്നു. നീ ദിവസം എത്ര സിപ്പ പഠിച്ചിട്ടുള്ള? 2 കഴിക്കുള്ള. അങ്ങനെ മീൻ സന്തോഷം. ഇവിടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഇനി ഇവിടേക്ക് അടിപൊളി. നോക്കിട്ടോമോ, നല്ല സോഫ്റ്റ്, നല്ല മസാല. എത്ര മീനുള്ള അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ആ മീൻ പൊള്ളിച്ചത്? നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. നമുക്ക് വീണ്ടും കാണാം. ബായ്.